ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 37. മുഹമ്മദ്, ഇതൊരു സൽപ്രവൃത്തിയാണ്. അതിനുവേണ്ടി ആ വാക്ക് തെറ്റിച്ചാലും ഒരാത്മാവും നിങ്ങളോട് കോപിക്കില്ല. ദയവായി സഹകരിക്കണം. ജോസഫ് അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. എന്ത് പുണ്യപ്രവൃത്തിയാണെങ്കിലും എനിക്കത് ചെയ്യാനാകില്ല മാഷേ. ഈ ലോകം വിട്ടുപോയാലും എല്ലാം കാണുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞാൻ അറിയാറുണ്ട്. അത്രമേൽ പരിശുദ്ധനായ ഒരു സുഹൃത്തിനോട് എനിക്കെങ്ങനെ ചതി ചെയ്യാൻ കഴിയും? മുഹമ്മദ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ജോസഫ് മുഹമ്മദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സാവധാനം പറയാൻ തുടങ്ങി. മുഹമ്മദ്, നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഇവിടെയുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് പോലും ഇതറിഞ്ഞിട്ടില്ല. അതറിഞ്ഞിരുന്നുവെങ്കിൽ ആ പാവം പെൺകുട്ടിയെ ഇത്ര വലിയ വേദനയിലേക്ക് അവനും വിട്ടുകൊടുക്കില്ലായിരുന്നു. എന്ത് കാര്യങ്ങൾ? കിരൺ അറിയാത്ത എന്ത് കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? മുഹമ്മദിൻ്റെ സ്വരത്തിൽ പരിഭ്രമം നെല്ലിച്ചു. ജോസഫ് ഏറെ നേരം നിശബ്ദനായിരുന്നു. പിന്നീട് ഡാനിയിൽ നിന്നും താൻ കേട്ടറിഞ്ഞ വിവരങ്ങൾ അദ്ദേഹം വളരെ വിശദമായി തന്നെ മുഹമ്മദിന് വിവരിച്ചു കൊടുത്തു. കിരണിൻ്റെ പ്രാണനായിരുന്നു മീര. അവൻ പോയ ശേഷം അവൾ കടന്നുപോയ കനൽ വഴികളെക്കുറിച്ചും അവൾ അനുഭവിച്ച ഹൃദയവേദനയെക്കുറിച്ചും കേട്ടപ്പോൾ മുഹമ്മദ് ആകെ തളർന്നുപോയി. ഞാൻ എന്ത് പാപിയാണ്! കിരണിൻ്റെ മരണശേഷം അവൻ്റെ മീരയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരിക്കലെങ്കിലും ഞാൻ അന്വേഷിക്കേണ്ടതായിരുന്നു. വലിയൊരു പാപം ചെയ്തു പോയല്ലോ ഞാൻ. ആ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എല്ലാം വിധിയാണ് മുഹമ്മദ്, ആർക്കും മാറ്റി എഴുതാനാകാത്ത വിധി. ഡാനിയുടെ ഈ വരവ് മീരയുടെ ജീവിത സായന്തനത്തിൽ അവൾക്കൊരു വലിയ ആശ്വാസമാകുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് അവളെ കണ്ടെത്തണം. പക്ഷേ അതിനു മുൻപ് കിരണിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. കിരണിനെ തേടി പോകാതിരിക്കാൻ മാത്രം എന്ത് കഠിനമായ വേദനയാണ് അവൻ അവൾക്ക് സമ്മാനിച്ചത്? ജോസഫ് ഹൃദയവേദനയോടെ ചോദിച്ചു. ഏറെ നേരം മുഖം കൈകളിലൂന്നി മുഹമ്മദ് മൗനമായിരുന്നു. പഴയ ഓർമ്മകളുടെ ഓരോ ഇതളുകളും വിരിയുന്നത് പോലെ അദ്ദേഹം പതുക്കെ പറഞ്ഞു തുടങ്ങി. ഞാനും കിരണും പ്രവാസ ജീവിതം തുടങ്ങിയത് ഏകദേശം ഒരേ കാലഘട്ടത്തിലായിരുന്നു. ആ നാളുകൾ മുതൽ ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി. ഒരേ മുറിയിൽ പ്രവാസത്തിൻ്റെ കയ്പും മധുരവും ഒരുമിച്ച് പങ്കിട്ടവർ. എൻ്റെ കിരൺ അവൻ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന തികഞ്ഞ ഈശ്വരവിശ്വാസിയായിരുന്നു. ആരെയും വേദനിപ്പിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ്റെ വാക്കുകളിലൂടെ ഞാൻ കണ്ട അവൻ്റെ ലോകം തികച്ചും വ്യത്യസ്തമായിരുന്നു. അധികം സംസാരിക്കാത്ത അവൻ തൻ്റെ കുടുംബത്തെപ്പറ്റി പറയുമ്പോൾ മാത്രം ആചാരനാകും. ഡാഡി, മമ്മി, പപ്പ, അമ്മ, പിന്നെ അവൻ്റെ മീര. ഈ 5 പേരിൽ മാത്രമായിരുന്നു അവൻ്റെ ലോകം അവസാനിച്ചിരുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം ഒരിക്കൽ ഞാൻ അവനോട് ചോദിച്ചു, എടാ, ആരാ ഈ മീര? ഉറക്കത്തിൽ പോലും നീ അവളെക്കുറിച്ചാണല്ലോ പിച്ചും പേയും പറയുന്നത്. മീര എന്ന പേര് കേട്ടതും അതിമനോഹരമായ ഒരു പുഞ്ചിരിയോടെ അവൻ എന്നെ നോക്കി. സത്യം പറ കിരൺ, മീര നിന്റെ? മുഹമ്മദ്, ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നിട്ടും പരസ്പരം തിരിച്ചറിയാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. എൻ്റെ മീര, അവളില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. ഈ പ്രവാസത്തിൻ്റെ ചൂട് ഇനി എന്നെ തളർത്തില്ല മുഹമ്മദ്. എൻ്റെ പെണ്ണ് എനിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ കുളിര് എൻ്റെ കൂടെയുണ്ട്. ആ വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ നീലക്കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ മുഖത്താകെ പ്രണയത്തുടിപ്പ് പടർന്നു. എടാ, എനിക്ക് നിന്റെ മീരയെ ഒന്ന് കാണണം. അടുത്ത അവധി നമുക്ക് ഒരുമിച്ചായാലോ? കിരണിൻ്റെ വാക്കുകളിലെ മീരയെ കാണാനുള്ള ആഗ്രഹം മുഹമ്മദിൽ വല്ലാതെ വളർന്നു. അവനത് മറച്ചു വെക്കാതെ ചോദിച്ചു. തീർച്ചയായും, അടുത്ത യാത്ര നമുക്ക് ഒരുമിച്ചാകാം. അവളുടെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിയിൽ വെച്ച് തന്നെ ഞങ്ങൾക്കൊന്നാകണം. ആ കാഴ്ച കാണാൻ നീ ഉണ്ടാകണം. പിന്നെ അവളെയും കൂട്ടി ഇവിടെ സന്തോഷമായി ജീവിക്കണം. ഒരുപാട് കാലമൊന്നും കാത്തിരിക്കാൻ എനിക്കാകുന്നില്ല മുഹമ്മദ്. അവളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് യുഗങ്ങൾ പോലെയാണ്. അവളുടെ കണ്ണുകൾ ഒരിക്കലും നനയരുത്. ആരുമില്ലാത്തവളായ എൻ്റെ കൊച്ച്. അത് പറയുമ്പോൾ കിരണിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എടാ, നിനക്ക് വയസ്സ് 25 തികഞ്ഞിട്ടില്ല, അപ്പോഴേക്കും വിവാഹമോ? മുഹമ്മദ് തമാശയോട് ചോദിച്ചു. നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് പ്രായം നന്നേ കുറവാണ്. പക്ഷേ ഒരാണിനെയും പെണ്ണിനെയും വെറും സുഹൃത്തുക്കളായി കാണാൻ നമ്മുടെ സമൂഹത്തിന് കഴിയില്ല. നാളെ എൻ്റെ മീര അവളൊരു മോശക്കാരിയെ ചിത്രീകരിക്കപ്പെടാൻ പാടില്ല. അത് എൻ്റെ കൂടി ആവശ്യമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും പറയാനാകില്ലല്ലോ. അവൾക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഞാനും എൻ്റെ മാതാപിതാക്കളും മാത്രമേ ഉള്ളൂ. നീ എൻ്റെ കൂടെ ഉണ്ടാകില്ലേ മുഹമ്മദ്, അവളുടെ സഹോദരനായി? ആ ചോദ്യത്തോടെ അവൾക്കൊരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം അവൻ എനിക്ക് നൽകുകയായിരുന്നു. ഞാനത് ഹൃദയപൂർവ്വം ഏറ്റെടുത്തു.
പിന്നീട് അവന്റെ സംസാരം മീരയെക്കുറിച്ച് മാത്രമായി. മീര ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളെക്കുറിച്ചും അവരുടെ കുടുംബം അനുഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചും അവൻ എന്നോട് വിശദമായി പറഞ്ഞു. എന്തു ചെയ്യാനാ മുഹമ്മദ്, ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. ഞങ്ങളുടെ പഴയ സാമ്പത്തിക അവസ്ഥയായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പിരിയില്ലായിരുന്നു. ഒരിക്കൽ അവൻ വേദനയോടെ പറഞ്ഞു, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നീ ഭാഗ്യമുള്ളവനാടാ. നിനക്ക് മീരയെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ. കാത്തിരിക്കാൻ ആളുണ്ടാകുക എന്നത് വലിയൊരു സുഖമാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല മോനെ. എപ്പോഴും ഞാനുണ്ടാക്കും കൂടെ. മുഹമ്മദ് അവനെ ആശ്വസിപ്പിച്ചു. അതെ മുഹമ്മദ്, ഞാൻ തീർച്ചയായും ഭാഗ്യവാനാണ്. അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കും, എത്ര കാലം വേണമെങ്കിലും. അവൻ്റെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. മുഹമ്മദ് ഇടയ്ക്ക് കയറുന്നതിൽ ക്ഷമിക്കണം. മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമൽ പെട്ടെന്ന് ഇടപെട്ടു. ജോസുകുട്ടി കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കിരൺ എന്താണ് മീരയോട് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവൾ അവനെ ഒരിടത്തും തേടി പോകാത്തത്? ആ ചോദ്യം കേട്ട് മുഹമ്മദ് ദീർഘമായി നിശ്വസിച്ചു. അവനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വാക്കുകൾ നിർത്താനാകുന്നില്ല. ഞാൻ കാര്യത്തിലേക്ക് വരാം. കിരണിന് രോഗം മൂർച്ഛിച്ച നാളുകളിൽ നാട്ടിലേക്ക് പോകാൻ ഞാൻ അവനെ ഒരുപാട് നിർബന്ധിച്ചതാണ്. പക്ഷേ അവൻ സമ്മതിച്ചില്ല. തൻ്റെ മരണം ആരും അറിയരുത് എന്ന് അവന് നിർബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അവൻ മറ്റൊന്ന് ചെയ്തു. കത്തിലൂടെ തൻ്റെ അവസ്ഥയെല്ലാം പിതാവ് ഫ്രാൻസിസിനെ അവൻ അറിയിച്ചിരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, തിരികെ വരാൻ അവരും അവനെ നിർബന്ധിച്ചില്ല. അവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 4 മാസങ്ങൾ അത് ആർക്കും മനസ്സിലാക്കിയെടുക്കാനാകില്ല. അത്ര കഠിനമായ വേദനയിൽ കൂടെയായിരുന്നു അവൻ കടന്നുപോയത്. ഒരു പേന പോലും വിരലുകൾക്കിടയിൽ പിടിക്കാനാവാത്തത്ര തളർച്ച. മോർഫിൻ നൽകുന്ന താൽക്കാലിക ആശ്വാസത്തിലാണ് അവൻ ആ ദിനങ്ങളെ തള്ളി നീക്കിയത്. ആ വേദനകൾക്കിടയിലും അവൻ ആശ്വാസമേകിയത് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഫോട്ടോയായിരുന്നു. 1 മിനിറ്റ്, ഞാനതെടുത്തുകൊണ്ടുവരാം. അത് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അകത്തേക്ക് നടന്നു. തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടായിരുന്നു. പുറം കൈകൊണ്ട് കണ്ണീർ തുടച്ച് അദ്ദേഹം അത് അവർക്ക് നിരനീട്ടി. ദാ ഇതാണ് ആ ചിത്രം. എന്തിനാണെന്നറിയില്ല, അന്നു മുതൽ ഇന്ന് വരെ ഞാനിത് സൂക്ഷിച്ചു വെച്ചു. ഒരുപക്ഷെ ഇങ്ങനെയൊരു നിയോഗം കൂടി എനിക്ക് ബാക്കിയുണ്ടെന്ന് അന്ന് പടച്ച തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. മുഹമ്മദ് നീട്ടിയ ആ ഫോട്ടോയിലേക്ക് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. അതിമനോഹരമായ പുഞ്ചിരിയോടെ കിരണിനോട് ചേർന്ന് നിൽക്കുന്ന മീര. അവസാന യാത്രയിൽ എറണാകുളത്ത് എവിടെയോ വെച്ചെടുത്ത ചിത്രമാണത്. പാവം കുട്ടി, അവൾ ആ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിച്ചോ ആവോ? മുഹമ്മദ് ദീർഘമായി നിശ്വസിച്ചു. മുഹമ്മദ്, ഒരുപാട് സംസാരിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. എങ്ങനെയെങ്കിലും മീരയുടെ അടുത്തേക്ക് എത്തണം. എന്താണ് സംഭവിച്ചതെന്ന് പറ. ആ ഫോട്ടോയിൽ നിറഞ്ഞു നിന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നതുപോലെ ജോസഫ് മാഷ് ചോദിച്ചു. ഞാൻ പറയാം മാഷേ. മീരയുടെ കിരൺ അവസാനമായി അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി അവളോട് പറഞ്ഞ ഒരേ ഒരു കള്ളം. ഓർമ്മയുടെ വാതായനങ്ങൾ തുറക്കുമ്പോൾ മുഹമ്മദിന്റെ മുൻപിൽ ഗൾഫിലെ അവരുടെ ചെറിയ മുറി തെളിഞ്ഞു വന്നു. മുറിയെന്ന് പറയാനില്ല, വെറും ഒരു പെട്ടി റൂം. അതിൽ വിരിച്ച് തുണിക്ക് മുകളിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കിരൺ. മുഹമ്മദ്, എനിക്ക് സഹിക്കാനാവുന്നില്ല. എന്തെന്നില്ലാത്ത വേദന. ഒരു പേര് പോലും പിടിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ എനിക്ക് അവസാനമായി എൻ്റെ മീരയ്ക്കൊരു കത്തെഴുതണം. ആ പാവത്തിൻ്റെ ജീവിതം ഇനി എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റേതാകരുത്. എന്നോടുള്ള ദേഷ്യത്തിലെങ്കിലും അവളൊരു പുതിയ ജീവിതം കണ്ടെത്തണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അവളെ സ്വന്തമാക്കണം. അത് പറഞ്ഞുകൊണ്ട് കിരൺ വിതുമ്പി. കിരൺ, നിനക്കിപ്പോൾ കത്തെഴുതാൻ കഴിയില്ല. ഇത്രയും കഠിനമായ വേദനയിൽ നീ എങ്ങനെ അത് ചെയ്യും? അവൻ്റെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് മുഹമ്മദ് ചോദിച്ചു. എടാ, എനിക്ക് 2 മോർഫിൻ ടാബ്ലറ്റുകൾ തരൂ. അതിൻ്റെ ബലത്തിലെങ്കിലും എനിക്ക് ആ കത്തെഴുതി തീർക്കണം. വേണ്ടെന്ന് പറയരുത് പ്ലീസ്. ഇതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. അവൻ യാചനയോടെ മുഹമ്മദിനെ നോക്കി. അവൻ്റെ ആ വലിയ ആവശ്യത്തിന് മുൻപിൽ മുഹമ്മദിന് മറുവാക്കുകളില്ലായിരുന്നു. മുഹമ്മദ് നൽകിയ വേദനാ സംഹാരികളുടെ സഹായത്തോടെ അവൻ ഓരോ അക്ഷരങ്ങളിലും പേപ്പറിലേക്ക് പകർത്തുന്നു നോക്കി മുഹമ്മദ് ഇരുന്നു. മണിക്കൂറുകൾ എടുത്താണ് അവനത് പൂർത്തിയാക്കിയത്. ഒടുവിൽ അതെഴുതി തീർക്കുമ്പോഴേക്കും അവൻ മോർഫിന്റെ മയക്കത്തിലേക്ക് വീണുപോയിരുന്നു. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത് തെറ്റാണെങ്കിലും ആ കത്ത് ഒന്ന് വായിക്കാതിരിക്കാൻ മുഹമ്മദിന്റെ മനസ്സ് അനുവദിച്ചില്ല. കിരൺ മയങ്ങിക്കിടക്കുമ്പോൾ അവൻ ആ കത്ത് പതുക്കെ തുറന്നു. ആ കത്തിലെ കിരണിൽ കൂടി കടന്നു പോകുമ്പോൾ മുഹമ്മദിന്റെ നെഞ്ചു വിറച്ചു. ആ വാക്കുകൾ അത്യധികം ക്രൂരവും വേദനാജനകവുമായിരുന്നു. എത്ര സ്നേഹിച്ച പെണ്ണാണെങ്കിലും അവനെ വെറുക്കാൻ ആ കത്തിലെ വാക്കുകൾ മാത്രം മതിയായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഒന്ന് നിർത്തി.
മുഹമ്മദ്, പ്ലീസ് ആ കത്തിൽ എന്തായിരുന്നു എന്ന് പറയൂ, അമൽ ആകാംക്ഷയോട് ചോദിച്ചു. ആ കത്തിലെ വരികൾ മനസ്സിൽ കണ്ടുകൊണ്ട് മുഹമ്മദ് അത് സാവധാനം പറയാൻ തുടങ്ങി. മീരയ്ക്ക്, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്നോട് ഒന്നും പറയണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സത്യം നീ അറിയണമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതം തകർത്ത ഒരാളുടെ മകൾ ഇത്രയ്ക്കൊന്നും കരുണ അർഹിക്കുന്നില്ല. നിന്റെ ഡാഡി, അയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു. അതിനെല്ലാമുള്ള പ്രതികാരമായി ഞാൻ അയാൾക്ക് സമ്മാനിക്കുന്ന ഒരു സമ്മാനമായിരുന്നു നമ്മുടെ ആ രാത്രി. എൻ്റെ കാമം തീർക്കാൻ എനിക്കൊരു പെൺശരീരം വേണമായിരുന്നു. നീ എന്താണ് കരുതിയത്? എനിക്ക് നിന്നോട് പ്രണയമാണെന്നാണോ? ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും നിന്നെ പ്രണയിച്ചിട്ടില്ല. എൻ്റെ ജീവിതം നശിപ്പിച്ചവരോട് ഇങ്ങനെയെങ്കിലും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണമായിരുന്നു. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും തീർന്നിരിക്കുന്നു. ഈ അറബി നാട്ടിൽ എനിക്ക് എൻ്റേതെന്ന് പറയാൻ ഒരു പെൺകുട്ടിയുണ്ട്, എൻ്റെ അറബാബിൻ്റെ മകൾ. അവൾ നിന്നെ പോലെയല്ല, സ്വഭാവശുദ്ധിയുള്ളവളാണ്. ഇനിയൊരിക്കലും ഞാൻ നിന്നെ തേടി വരില്ല. മീര എന്ന അധ്യായം തുറക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഈ കത്ത് നിനക്ക് കിട്ടുമ്പോഴേക്കും ഞാൻ എൻ്റെ അറേബ്യൻ സുന്ദരിയെ സ്വന്തമാക്കിയിട്ടുണ്ടാകും. ബൈ ഫോർ എവർ, കിരൺ. മുഹമ്മദ് പറഞ്ഞു നിർത്തിയിട്ടും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ എല്ലാവരും സ്തബ്ധരായിരുന്നു. ഒരു നിശബ്ദത ആ മുറിയിൽ കനത്തു നിന്നു. എൻ്റെ ഈശോയെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ കുട്ടിക്ക് എങ്ങനെ സാധിച്ചു? ഉള്ളിലെ കടലോളം സ്നേഹത്തെ വെറുപ്പാക്കി മാറ്റി അവൻ തൻ്റെ പെണ്ണിനെ ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചെന്നോ? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അമൽ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അതാണ് സാറേ കിരൺ. ഇനി എത്ര ജന്മമെടുത്താലും അവനെപ്പോലെ തൻ്റെ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. അതെനിക്കുറപ്പാണ്. തൻ്റെ പ്രാണൻ തനിക്ക് വേണ്ടി കാത്തിരുന്ന കാലം പാഴാക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചു. മരണം വരെ മീരയുടെ സന്തോഷം മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. പാവം, അവൻ പരാജയപ്പെട്ടു പോയി അല്ലേ മാഷേ? മുഹമ്മദ് കണ്ണീരോടെ ചോദിച്ചു. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. നിശബ്ദമായ കുറെ നിമിഷത്തിന് ശേഷം മുഹമ്മദ് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു പൊതിയുണ്ടായിരുന്നു. അദ്ദേഹം ഡാനിയുടെ അരികിലേക്കിരുന്നു. ഡാനി, ഇത് ഞാൻ എൻ്റെ സഹോദരിക്ക് കൊടുക്കാനായി വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ അധ്വാനം കൊണ്ട് സ്വരുക്കൂട്ടിയതാണ്. ഇതൊരിക്കലും അവൾക്ക് നൽകാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നീ മീരയെ കണ്ടെത്തും. അവളെ നീ കൂടെ കൊണ്ടുപോകുകയും ചെയ്യും. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ നീ അത് അവളുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, ഇത് അവളുടെ ജ്യേഷ്ഠൻ നൽകിയതാണെന്ന്. ഉറക്കെ പറയണ്ട, നിന്റെ മനസ്സിൽ പറഞ്ഞാൽ മാത്രം മതി. മുഹമ്മദ് പറയുന്ന ഓരോ വാക്കുകളും ഡാനിക്ക് വിവർത്തനം ചെയ്തു കൊടുക്കാൻ അമൽ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. കണ്ണുനീർ അവൻ്റെ കാഴ്ചയെ മറയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡാനി ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മുഹമ്മദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്നും ആഹാരം കഴിച്ചതിന് ശേഷമാണ് അവർ തിരികെ മടങ്ങിയത്. ആ യാത്രയിൽ കണ്ടുമുട്ടിയ ഓരോ വഴികളും പുതിയ ബന്ധങ്ങളും സ്നേഹങ്ങളും ഡാനിക്ക് മുൻപിൽ ലോകത്തെ ഒരു അത്ഭുതമാക്കി മാറ്റി. ഇനി എന്ത്? ആ യാത്രയിലുടനീളം ഓരോരുത്തരെയും കുഴപ്പിച്ച ചോദ്യം അതായിരുന്നു. ഒരു മഹാനഗരത്തിൽ വഴിതെറ്റിപ്പോയ കുട്ടികളുടെ അവസ്ഥയിലായിരുന്നു അവർ. കട്ടപ്പനയിൽ അമലിന്റെ വീട്ടിൽ തിരികെ എത്തിയ ഉടനെ അമേലിയ കോപത്തോടെ ഡാനിയുടെ മുന്നിലെത്തി. ഡാനി, നിങ്ങൾ പോയ കാര്യം എന്തായി? നമ്മളിവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഇനി നമ്മൾ എവിടെ നിന്നാണ് മീരയമ്മയെ കണ്ടുപിടിക്കുന്നത്? എനിക്കറിയില്ല മോളെ. ചിലപ്പോൾ നിന്റെ മീരയമ്മയെ കണ്ടെത്തുന്നതിൽ ഈ ഡാനി പരാജയപ്പെട്ടേക്കാം. ഡാനി ഭാഗ്യമില്ലാത്തവനാണ്. മരിച്ചിട്ടും മീരയുടെയും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുന്ന കിരണിൻ്റെ അത്ര പോലും ഭാഗ്യം എനിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് ഡാനി വല്ലാത്ത തളർച്ചയോടെ സോഫയിലേക്ക് ചാഞ്ഞു. ഡാനി, അങ്ങനെയൊന്നും പറയരുത്. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. തൻ്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അമൽ അവനെ ആശ്വസിപ്പിച്ചു. ഡാനി, ദാ ഇത് നോക്കിക്കേ. ലാപ്ടോപ്പുമായി തൻ്റെ അരികിലേക്ക് ചേർന്നിരിക്കുന്ന മകളെ ഡാനി അത്ഭുതത്തോടെ നോക്കി. എന്താണിത് മോളെ? ഡാഡി, ഫേസ്ബുക്കിൽ ഞാൻ തിരഞ്ഞ അലോഷി എന്ന പേരുള്ള പ്രൊഫൈലുകളിൽ ഈ ഒരാൾ മാത്രം ഇതുവരെ എനിക്ക് മറുപടി നൽകിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഇതാണ് നമ്മൾ തേടുന്ന നമ്മുടെ അലോഷി എന്ന്. അമേലിയ പ്രതീക്ഷയോടെ പറഞ്ഞു. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുടെ ചിത്രം പ്രൊഫൈൽ പിക്ചറാക്കിയ അലോഷി എന്ന പേര് അവർ നോക്കി നിന്നു. എനിക്കുറപ്പാണ് ഡാനി, ഇത് മീരയുടെ അലോഷി തന്നെയാണെന്ന് അമേലിയ വീണ്ടും ആവർത്തിച്ചു. അമേലിയ, നീ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന്. അവളെ ചേർത്ത് പിടിച്ച് ഡാനി അത് പറയുമ്പോൾ മെറിയും അമേലിയും അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരഞ്ഞു.
ആ സങ്കടക്കടലിനെ ഭേദിച്ചുകൊണ്ട് ഡയാന അപ്പോൾ അവിടേക്ക് വന്നു. ഇച്ചായ, ഞാൻ മീര എന്ന നേഴ്സിനെ പറ്റി അന്വേഷിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അവർ പഴങ്ങനാട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു എന്ന് സിസ്റ്റർ മേഴ്സലിൻ പറഞ്ഞു. അവരെന്ന് അവിടുത്തെ ഗൈനക്കോളജി ഡോക്ടറായിരുന്നു. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെങ്ങനെ ആ പെൺകുട്ടിയെ ഓർക്കുന്നത്? അമൽ സംശയത്തോട് ചോദിച്ചു. അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് പെട്ടെന്നൊരു ദിവസം ആ പെൺകുട്ടിയെ കാണാതായി. എവിടേക്ക് പോയെന്നോ എന്തു പറ്റിയെന്നോ ആർക്കും അറിയില്ല. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒരുപാട് കാലം അവളെപ്പറ്റി അന്വേഷിച്ചു. അതുകൊണ്ടാണ് എല്ലാവർക്കും ആ പേര് ഇപ്പോഴും ഓർമ്മയിലുള്ളത്. ഡയാന തുടർന്നു. സിസ്റ്റർ മേഴ്സലിൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. കാണാതാകുന്നതിന് മുൻപ് അവൾ ഗൈനക് വാർഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് മീരയുടെ ശാരീരികമായ മാറ്റങ്ങൾ കണ്ട് അവൾ ഗർഭിണിയായിരുന്നു എന്ന് സിസ്റ്റർക്ക് സംശയം തോന്നിയിരുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് നമ്മുടെ മീര തന്നെയാകാനാണ് സാധ്യത. പക്ഷേ അവളിപ്പോൾ എവിടെയാണെന്ന് മാത്രം ആർക്കും അറിയില്ല. ഡയാന നിരാശയോടെ പറഞ്ഞു നിർത്തി. പിള്ളേരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല ചെല്ലാതെ ഉറങ്ങാൻ പാടില്ല. ഇന്നത്തെ ജപമാലയിൽ നമുക്ക് ഡാനിയെയും മീരയെയും പ്രത്യേകം സമർപ്പിക്കാം. ആ അമ്മ തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരും. അമലിന്റെ പപ്പ അലക്സാണ്ടറുടെ ആ വാക്കുകൾ എല്ലാവരും ശിരസ വഹിച്ചു. അവരുടെ പ്രാർത്ഥനകൾ മലയാളത്തിലായിരുന്നുവെങ്കിലും ഡാനിയും ആ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നു. ക്രൂശിത രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത തേങ്ങലുണ്ടായിരുന്നു. ഓ ജീസസ്, എനിക്കെൻ്റെ മീരയെ വേണം. ഈ ജീവിതത്തിൽ ഞാൻ ആരെയും ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല. മീരയില്ലാതെ ഈ ഡാനിയുടെ ജീവിതം പൂർണ്ണമാകില്ല. പ്ലീസ്, എന്നെ പരീക്ഷിക്കരുതേ. അവളെ സ്വന്തമാക്കാതെ എനിക്ക് മടങ്ങാനാവില്ല. അല്ലെങ്കിൽ എന്നെയും നിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഡാനി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ മറുപടിയില്ലാതെ പിറ്റേ ദിവസം അവർ ആ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഡയാന സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥനാ മുറിയിൽ തന്നെയായിരുന്നു. മറ്റുള്ളവർ പ്രതീക്ഷകൾ അസ്തമിച്ചതുപോലെ ഓരോ കോണുകളിൽ മൗനമായിരുന്നു. പകൽ അവസാനിക്കുമ്പോൾ എല്ലാവരിലും വല്ലാത്ത നിരാശ പടർന്നു തുടങ്ങിയിരുന്നു. ഡാനി, എന്തായി? എന്തെങ്കിലും പുരോഗതിയുണ്ടോ? വൈകുന്നേരം മാർക്കിന്റെ ശബ്ദം ഫോണിലൂടെ ഒഴുകിയെത്തി. എനിക്കറിയില്ല മാർക്ക്. മീര എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ല. എൻ്റെ മുന്നിലെ വഴികളെല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഡാനിയുടെ സ്വരത്തിൽ നിരാശ തളം കെട്ടി നിന്നു. ഡാനി, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഈ മാസം 25-ാം തീയതി ഹെലനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഇനി മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിനുശേഷമേ പ്ലാൻ ചെയ്യാനാകൂ. ആ സമയത്ത് നീ ഇവിടെ ഇല്ലാതിരുന്നാൽ ശരിയാകില്ല. തീർച്ചയായും മാർക്ക്. ഇനി 15 ദിവസമുണ്ടല്ലോ. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ തിരിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആകണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാകും. പാവം കുട്ടികൾ, അവരുടെ സങ്കടം കാണാനാണ് എനിക്ക് വയ്യാത്തത്. ഡാനി വല്ലാത്ത വേദനയോട് പറഞ്ഞു. അവരുടെ സംസാരം കേട്ടുനിന്ന അമേലിയ ഓടി വന്നു. അപ്പോൾ ഡാനി, നമ്മൾ തിരിച്ചു പോകുകയാണോ? അപ്പോൾ എനിക്ക് മീരയെ കാണാനാകില്ലേ? അവൾ കണ്ണീരോടെ ചോദിച്ചു. മോളെ, നീ കണ്ടതല്ലേ എല്ലാവരും എത്രമാത്രം ശ്രമിക്കുന്നുവെന്ന്. ദൈവത്തിന് പോലും ഡാനിയെ വേണ്ടെന്ന് തോന്നുന്നു. അവൻ വേദനയോടെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത് ഡാനി. നമ്മൾ മീരയെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ഞാൻ ഡയാന പ്രാർത്ഥിക്കുന്ന ആ മുറിയിലാണ് ഉറങ്ങാൻ പോകുന്നത്. ഈ മകളുടെ സങ്കടം കണ്ടു നിൽക്കുമ്പോൾ ദൈവത്തിന് എന്നെ തള്ളിക്കളയാനാകില്ല. വിതുമ്പലോടെ അമേലിയ പ്രാർത്ഥനാ മുറിയിലേക്ക് നടന്നു. 3-ാം ദിവസം വൈകുന്നേരം ഡാനിയ കഠിനമായ തീരുമാനമെടുത്തു. അമൽ, നാളെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. ടിക്കറ്റ് നോക്കാൻ മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെയും കൂടി ബുദ്ധിമുട്ടിക്കാം എന്നേ ഉള്ളൂ. ഡാനി, നമുക്ക് കുറച്ച് ദിവസം കൂടി ശ്രമിക്കാം. അത് പറയുമ്പോൾ അമലിൻ്റെ വാക്കുകളിൽ പോലും പ്രതീക്ഷയുടെ കരുത്തുണ്ടായിരുന്നില്ല. വേണ്ട അമൽ, എൻ്റെ മമ്മിക്കും സുഖമില്ല. അതുമാത്രമല്ല അമൽ, ഒരുപാട് ദിവസം ഇവിടെ തുടരുന്നത് മെറിയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അത് പറയുമ്പോൾ ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമൽ അവൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചു. ഡാനി, നീ പോയാലും എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ നിന്റെ മീരയെ തിരഞ്ഞുകൊണ്ടേയിരിക്കും. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഞാൻ അവളെ കണ്ടെത്തി നിന്നെ ഏൽപ്പിക്കും. താൻ പറയുന്നത് അസാധ്യമായ കാര്യമാണെന്നറിഞ്ഞിട്ടും സ്നേഹത്തിൻ്റെ പുറത്ത് അമൽ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ഡാനി, ഞാൻ ചോദിച്ചതൊക്കെ ഇന്നുവരെ നീ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഈ ഒരു കാര്യം മാത്രം നീ സാധിച്ചു തരുന്നില്ലല്ലോ. നമുക്ക് തിരികെ പോകണ്ട ഡാനി. ഇവിടെ നിന്നാൽ എവിടെ നിന്നെങ്കിലും എൻ്റെ അമ്മയെ കണ്ടുപിടിക്കാം. കേട്ടുകൊണ്ടുവന്ന അമേലിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
മെറിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ പറഞ്ഞതാണ് ശരി ഡാനി, നമുക്ക് മാർക്കിനോട് സംസാരിക്കാം. എനിക്ക് എത്ര കാലം ഇവിടെ നിന്നാലും കുഴപ്പമൊന്നും ഉണ്ടാകില്ല. മക്കളെ, നമുക്ക് കഴിയില്ല. നമ്മളെ സഹായിക്കാനാവുന്നവരൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ എൻ്റെ തെറ്റാണ്. സോറി, ഡാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏറെ നേരം അവിടെ മൗനമായിരുന്നു. ആ നിരാശയുടെ നിശബ്ദതയിൽ മെറി പെട്ടെന്ന് അമലിൻ്റെ അരികിലേക്ക് വന്നു. അമൽ, നിന്റെ ഫോണിൽ എത്ര കോണ്ടാക്റ്റുകളുണ്ട്? അവൾ ശാന്തമായി ചോദിച്ചു. ഏകദേശം 2000-ഓളം വരും. എന്താ മെറി? അമൽ, ഞാൻ പറയുന്നത് പോലെ ഒന്ന് സ്റ്റാറ്റസ് ഇടാമോ? ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരവസാന ശ്രമം. അമൽ കൂടുതലൊന്നും ആലോചിക്കാതെ ഫോൺ അവൾക്ക് നേരെ നീട്ടി. ഹായ് ഫ്രണ്ട്സ്, അലോഷി എന്ന പേരുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് ബന്ധപ്പെടുക. വളരെ അത്യാവശ്യമാണ് പ്ലീസ്. മെറി പറഞ്ഞതനുസരിച്ച് അവൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു. അവൻ്റെ ഉള്ളിലും ചെറിയൊരു മെഴുകുതിരി വെട്ടം തെളിഞ്ഞു. ഇത് സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.